വളരെ രസകരമായ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് വിവാദം നടന്നത്. ഇന്നലെ പക്ഷേ കുറച്ച് തിരക്കായതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ശിവൻകുട്ടി സാറ് ഇടയ്ക്കിടയ്ക്ക് ചില സത്യങ്ങൾ പറയും. പക്ഷേ പറഞ്ഞു വരുമ്പം കള്ളമായിരിക്കും, പച്ചക്കള്ളമായിരിക്കും. ഇന്നലെ അദ്ദേഹം പറഞ്ഞു, മീനിൽ എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് അല്ല, മീനിലേ ഉള്ളൂ. മീനിൽ എ ക്ലാസ് ഉണ്ട്, ബി ക്ലാസ് ഉണ്ട്, സി ക്ലാസ് ഉണ്ട്, ബ്രാഹ്മണനുണ്ട് മീനിൽ, ശൂദ്രനുണ്ട്, വൈശ്യനുണ്ട്, പിന്നെ പിന്നെ ക്ഷത്രിയനുണ്ട്, ചണ്ടാളനുണ്ട്, എല്ലാം ഉണ്ട്. സകല ജാതിയുള്ളതാണ് മീൻ. ഇവിടെ മന്ത്രി തന്നെ, ശിവൻകുട്ടി മന്ത്രി തന്നെ, ഇപ്പം സർക്കാരിൻ്റെ ചിലവിലാണല്ലോ മീൻ കഴിക്കുന്നത്, അല്ലാതെ സ്വന്തം ചിലവിലല്ലല്ലോ. ഏത് മീനാണ് എല്ലാ ദിവസവും കഴിച്ചത്? കഴിഞ്ഞ കുറേ ദിവസമായി മീൻ കഴിക്കുമെങ്കിൽ ഏത് ഹോട്ടലിൽ കയറിയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഇവിടെ മത്തി എന്ന് പറയുന്നുണ്ടല്ലോ, ചണ്ടാളനാണ്, നല്ല പോഷകമൂല്യമുള്ളതാണ്. ശൂദ്രനാണ്, പക്ഷേ പോഷകമൂല്യമുള്ളതാണ്, ശരിയാണ്. പക്ഷെ കഴിക്കുന്നത് ആരാ? പാവപ്പെട്ടവരാണ്. പാവപ്പെട്ടവർക്ക് എത്ര പേർക്ക് നെമ്മീൻ കഴിക്കാൻ പറ്റും? സർക്കാരിൻ്റെ ചിലവിൽ ജീവിക്കുന്നവർക്ക്, ഞാനത് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. സർക്കാരിൻ്റെ ചിലവിൽ ജീവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പാർട്ടിയുടെ ചിലവിൽ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയെങ്കിലും ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റിയിലെങ്കിലും ആയിക്കഴിഞ്ഞാൽ, അപ്പുറത്ത് മണ്ഡലം കമ്മിറ്റി ആയിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെ ചിലവിലല്ലേ ജീവിതം. എവിടെ ചെന്നാലും സുഹൃത്തുക്കൾ ഊണ് കൊടുക്കും, വീട്ടുകാർ ഊണ് കൊടുക്കും, അല്ലെങ്കിൽ നാട്ടുകാർ ഊണ് കൊടുക്കും, മുതലാളിമാർ വിളിച്ചുകൊണ്ട് ഊണ് വാങ്ങിച്ചു കൊടുക്കും. ഇത് മുഴുവൻ നാട്ടുകാരുടെ ചിലവിലാണ്. 5 പൈസ പോക്കറ്റിൽ നിന്നാവോ ഒരു നേതാവിന് കേരളത്തിൽ? എന്നിട്ടോ മന്ത്രിയായാലോ നാട്ടുകാരുടെ ചിലവ്, പാർട്ടി സെക്രട്ടറിക്ക് നാട്ടുകാരുടെ ചിലവ്, അല്ലെ പാർട്ടി സഹാക്കളെ ചിലവ്. രണ്ടായാലും നാട്ടുകാരാണല്ലോ, വീട്ടുകാരല്ലോ, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കണ്ടല്ലോ. ഇതൊരു പഴയ സംഭവം. സി ദിവാകരൻ ഒരു ബുക്ക് എഴുതി. സി ദിവാകരൻ എന്ന് പറയുന്നത് CPIയുടെ പാർലമെൻ്ററി പാർട്ടിയിലെ കൂടെ വലിയ നേതാവാണ്, പഴയ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്. ഈ പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ വലിയ നേതാവൊക്കെയാണ്, ചെയർമാനോ മറ്റുമാണ്. സി ദിവാകരൻ ഒരു പുസ്തകം എഴുതി, ആത്മകഥ. അതിനകത്ത് അദ്ദേഹം ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനുമായിട്ട് അപ്പോൾ ക്യാപ്റ്റനായി നടത്തിയ ജാഥയിൽ ഇദ്ദേഹം വൈസ് ക്യാപ്റ്റനായി, CPIയുടെ ആളെന്നുള്ള വൈസ് ക്യാപ്റ്റനായി നടത്തുന്നതിന് ചെറിയൻകീഴ് കൂന്തള്ളൂർ ആ ഭാഗത്തോടെ എത്തിയപ്പോൾ ആനത്തലോട്ട് ആനന്ദൻ എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആനത്തലോട്ട് ആനന്ദൻ്റെ വീട്ടിൽ ഊണ് അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ സി ദിവാകരനോട് ചോദിച്ചു, നമുക്ക് ഇന്ന് ഫുഡ് എവിടെയാണെന്ന് ആര് ചോദിക്കുന്നു? പിണറായി വിജയൻ ക്യാപ്റ്റൻ അത് ആനത്തലോട്ടത്തിൻ്റെ വീട്ടിലാണെന്ന് പറയുമ്പോൾ അതെന്തിനാ അവിടെ അറേഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു. കാരണം ആനത്തലോട്ടം ഗ്രൂപ്പ് വേറെ അല്ലേ. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ചെന്നു. ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ ചൂര മീനാണ് വെച്ചത്. അപ്പോൾ ചൂര മീനിൻ്റെ ഈ പാത്രം ചെറിയ പാത്രത്തിൽ വെച്ചായിരിക്കും കൊടുക്കുക. അതിൽ കൈയിട്ടപ്പോൾ ചൂരയാണ്. ഇതെന്ത് മീനാന്ന്? ചൂര മീനാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചെന്നും കഴിച്ചില്ല എന്നും ഒരു വിവാദമുണ്ട്. ഇത് സി ദിവാകരൻ പുസ്തകത്തിൽ എഴുതി. പുസ്തകത്തിൽ എഴുതിയതിന് ശേഷം അപ്പോൾ തന്നെ സത്യനേശൻ എന്ന് പറഞ്ഞാണ് ജില്ലാ സെക്രട്ടറി. സത്യനേശനെ വിളിച്ച് ചോദിച്ചു, എന്താണ് നിങ്ങൾ പാർട്ടി സഹാവേ, നിങ്ങൾ എന്നെപ്പോലുള്ള ഒരാളിന് ഊണ് അറേഞ്ച് ചെയ്യുമ്പോൾ ആലോചിക്കണ്ടേ, എൻ്റെ ഇഷ്ടമൊക്കെ നോക്കി ചെയ്യണ്ടേ? ശരിയാണ്, സഖാവിൻ്റെ ഇഷ്ടം നോക്കണ്ടേ? സഖാവ് ചാള കഴിച്ചിട്ടുണ്ടോ? പിണറായി വിജയനോടാണ്. പണ്ട് അമ്മൂമ്മയുടെ കാലത്ത് ഓക്കെ, അന്ന് വേറെ മാർഗ്ഗമില്ലല്ലോ, നെമ്മീൻ കഴിക്കണം വിചാരിച്ചാലും മാർഗ്ഗമില്ല, അതൊക്കെ ഇപ്പം കഴിക്കുന്നില്ലല്ലോ. അതോ ഒരിക്കൽ നമ്മളെ പീതാംബരക്കുറിപ്പ് പറഞ്ഞ പോലെ ഈ പഴയ സഹാക്കൾ പുത്തൻ കാലത്ത് എത്തിയപ്പോൾ വലിയ സോഫ കമ്പട്ട്, ഡബിൾ ലെയറുള്ള സോഫ കമ്പട്ടി കിടക്കുമ്പോഴും പണ്ട് ചാണകത്തറയിലാണ് കിടന്നതെന്നുള്ള ഓർമ്മയുള്ളതുകൊണ്ട് കുറച്ച് ചാണകം ഉരുട്ടിക്കൊണ്ടുവന്ന് ഇതിൻ്റെ എവിടെ ഈ സോഫ നമ്മുടെ ഈ ബെഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ മണം അടിച്ച് കിടന്ന് ഉറങ്ങില്ലല്ലോ. കാര്യം പണ്ട് ചാണകത്തിൽ കിടന്നു വന്നത്. ആ കാലമൊക്കെ കഴിഞ്ഞു. അതൊക്കെ ചുമ്മാ PR വർക്കാണെന്നേ. കപ്പിൽ ചായ കുടിക്കുക, അതിലത് ലവ് ഒന്ന് എഴുതുക, പിന്നെ ഇതുപോലത്തെ കുട്ടികളുടെ പരിപാടി വയ്ക്കുക, കുട്ടികളെ കൊണ്ട് പർപ്പസായി ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് ഇതൊക്കെ PR ആണ്, പക്ക PR ആണ്. അത് പോട്ടെ, ഇവിടെ വിഷയം മാറരുത്. അപ്പം എന്ത് പറ്റി? അങ്ങനെ പറഞ്ഞപ്പോൾ സത്യനേശൻ ജില്ലാ സെക്രട്ടറി പാറശാല മറ്റുള്ളതാണ്. സത്യനേശനെ വിളിച്ച് ചോദിച്ചപ്പോൾ, നെയ്യാറ്റിൻകര സത്യനേശനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, സത്യനേശനാകെ പ്രശ്നമായി. അവന് സി ദിവാകരനോട് ചോദിച്ചു, ഇതിന് പ്രശ്നമാവോ സഹാവ് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും പ്രശ്നമാക്കിയില്ല. അതോടെ തന്നെ സത്യനേശനോട് പറഞ്ഞ് പിറ്റേ ദിവസം ചാലയിൽ പോയി നല്ല നെമ്മീൻ കിട്ടും, പാളയത്തും ചാലയിലൊക്കെ നല്ല നെമ്മീൻ കിട്ടും, നെമ്മീൻ വാങ്ങിച്ച് വറുത്തും കറി വെച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുകയും പിറ്റേ ദിവസം സത്യനേശൻ രാവിലെ തന്നെ ആളെ വിട്ട് നല്ല നെമ്മീൻ വാങ്ങിപ്പിച്ച് ആ നെമ്മീൻ നല്ല പൊരിച്ചും കറി വെച്ചുമൊക്കെ പിറ്റേ ദിവസത്തെ ഊണ് തിരുവനന്തപുരത്ത് എവിടെയോ അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി തലേ ദിവസത്തെ പ്രശ്നം പരിഹരിച്ചു എന്നാണ് സി ദിവാകരൻ്റെ പുസ്തകം. ഇത് സി ദിവാകരൻ കൗതുകത്തിന് വേണ്ടി ഒരു ഓൺലൈൻ ചാനലിൽ പറഞ്ഞു. ഇപ്പോൾ 2 വിഷയമുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ വിഷയമുണ്ട്. VS അച്യുതാനന്ദൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് പിണറായി വിജയൻ, അല്ല പിന്നെ നമ്മുടെ ആനത്തലോട്ട് ആനന്ദനായതുകൊണ്ട് അദ്ദേഹത്തിന് വിട്ട് ഉണ്ണാൻ പോയിരുന്നില്ല എന്ന് പറഞ്ഞ പിണറായിയുടെ ഒരു രാഷ്ട്രീയം ഉണ്ട് ഇതിനകത്ത്. 2, ഈ ശിവൻകുട്ടി പറയണ മീനിൻ്റെ കഥയുണ്ട്. A ക്ലാസ് മീനുണ്ട്, B ക്ലാസ് ഉണ്ട്, C ക്ലാസ് ഉണ്ട്, 16 ക്ലാസ് ഉണ്ട് മീനുകൾ. എല്ലാവരും എല്ലാ മീനും കഴിക്കത്തില്ല. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ചിലവിൽ താമസിക്കുന്നവർ, പാർട്ടി ചിലവിൽ താമസിക്കുന്നവർ ഏറ്റവും മുന്തിയ സാധനം തന്നെ കഴിക്കും, ഏറ്റവും മുന്തിയ ചായ കുടിക്കും.
ഏറ്റവും മുന്തിയ ഹോട്ടലിൽ പോയി ചായ കുടിക്കും, തട്ടുകടയിൽ പോയി ചായ കുടിക്കും. എന്തിനു വേണ്ടി? PR വർക്കിന് വേണ്ടി. അല്ല ഏതെങ്കിലും തട്ടുകടയിൽ പോയി ചായ കുടിക്കൂ? മസ്കറ്റ് ഹോട്ടലിലോ അതുപോലത്തെ വലിയ വലിയ ഹോട്ടലിൽ കയറി ചായ കുടിക്കും. 100 രൂപയാണ് ചായയുടെ വില, 120 രൂപയായി ഇപ്പോൾ. വെളിയിലാണെങ്കിലോ 10 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ സാധാരണക്കാരൻ 10 രൂപയുടെ തട്ടുകട ചായ കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഈ മുക്കിനിരിക്കുന്ന കുഞ്ഞു കടയിൽ കുടിക്കുമ്പോൾ 120 രൂപ ചായയും കുടിച്ചിട്ടാണ് ഈ ചായയ്ക്ക് വരേണ്യ ചായ ഉണ്ട് ഇവിടെ. 2 ടൈപ്പ് ചായ ഉണ്ട്, വരേണ്യ ചായയും അധകൃതൻ്റെ ചായയും. വരേണ്യ അരിയും അധകൃതൻ്റെ അരിയും. റേഷൻ അരി, ഒരു മനുഷ്യൻ കഴിക്കാത്ത റേഷൻ അരിയാണ് പാവപ്പെട്ട ലക്ഷങ്ങൾക്ക് കൊടുക്കുന്നത്. വരേണ്യം കഴിക്കുന്നത് ബസുമതി അരി. ഉണ്ട്, ജാതി ഉണ്ട്, അത് ഉണ്ടെന്നുള്ളതാണ്. ഭക്ഷണത്തിലുണ്ട്, വസ്ത്രത്തിലുണ്ട്, കാറിലുണ്ട്. സഞ്ചരിക്കുന്നത് പിന്നെ എന്താണ്, ഇന്നോവ ക്രിസ്റ്റലിൽ, യമൻ മാരുതി 800 ഉണ്ടെന്നേ. യമൻ ഹോണ്ട ആക്റ്റീവിൽ, മറ്റേത് ബുള്ളറ്റിൽ. ഏത് നിങ്ങൾ എടുത്തു നോക്കൂ, വലിയ വൈവിധ്യമാണുള്ളത് ഇവിടെ. മത്സ്യത്തിൽ തീർച്ചയായിട്ടും അതുണ്ട്. ഞാൻ പറഞ്ഞില്ല, മത്തിയുടെ കാര്യം പറഞ്ഞില്ല. മത്തി 10, 15 രൂപ ഒക്കെ ചിലപ്പോൾ 100 രൂപയ്ക്ക് കിട്ടും. സാധാരണക്കാരൻ്റെ ഭക്ഷണമാണത്. അവൻ നെമ്മീൻ കഴിക്കാറില്ല. വളരെ അപൂർവമായിട്ടായിരിക്കും ഈ പാവപ്പെട്ടവർ നെമ്മീൻ കഴിക്കാത്ത എത്ര പേരെ എനിക്കറിയാം. നെമ്മീനൊന്നും കഴിച്ചിട്ടില്ല, ജീവിതത്തിലേ കഴിച്ചിട്ടില്ല. അല്ലെ വല്ല ഹോട്ടലിൽ പോകുമ്പോൾ കഴിച്ചാൽ തന്നെ 200, 250 രൂപ കൊടുക്കണം, ചിലടത്ത് 400 രൂപ കൊടുക്കണം ചെറിയ പീസിന്. ഞാനൊരിക്കൽ തിരുവല്ലയിൽ പോയി ഒരു ഊണ് കഴിച്ചിറങ്ങുമ്പോൾ 900 രൂപ. ഞാൻ എൻ്റെ ഹൃദയം പറഞ്ഞു പോയി. 900 രൂപയ്ക്ക് എന്തോ ഊണാണ് ഒരു സാധാ ഹോട്ടലിൽ കയറിയിട്ട്. 5 സ്റ്റാർ ഹോട്ടലല്ല കയറിയത്, സാധാ ഹോട്ടലാണ്. അത് തിരുവല്ല ജംഗ്ഷനിലിരിക്കുന്നത്. ഞാൻ അന്നേ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പോട്ടെ, ഹോട്ടലിൻ്റെ പേരൊന്നും പറയുന്നില്ല. സംഭവം എന്താണ്, മറ്റ് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് കരിമീനാണ് കൊണ്ടുവച്ചത്. കരിമീനിന് 800 രൂപ, ചോറിന് 100 രൂപ. 900 രൂപയായി. ആ ഒരു കരിമീനിന് എത്ര ഇത് കിട്ടും, മാംസ്യമായിട്ടുള്ള പാർട്ട് കിട്ടും? 800 രൂപയാണ് വാങ്ങിയത്. മൃഗങ്ങളിലുണ്ടല്ലോ, ആട് 1000 രൂപയാണ് 1 കിലോ ആടിന്. 1 കിലോ ബീഫിന് 250 രൂപ. ഉണ്ട് സാറേ, ഇവിടെ വരേണ്യ വർഗ്ഗമുണ്ട് സാറേ. മദ്യപാനം, കഴിഞ്ഞ ദിവസം രാജുവിനെ പിടിച്ചല്ലോ, മണിയമ്പിള്ള രാജുവിനെ പിടിച്ചല്ലോ, ഇതുവരെ കേസാക്കിയില്ലല്ലോ. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നമ്മൾ വേറെ വീഡിയോ ചെയ്തതാണ്. സാധാരണ ഉടനെ ഊതണം, ലൈസൻസിലെ അപ്പക്കട്ടിയും. വെള്ളം അടയ്ക്കണേലുണ്ട്, കരം അടയ്ക്കണേലുണ്ടല്ലോ. വാട്ടർ അതോറിറ്റിയിൽ 450 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. ആരടയ്ക്കാനുള്ളത്? സമ്പന്നൻ. ഇലക്ട്രിസിറ്റി ബോർഡിൽ 2000 കോടി പിരിച്ചെടുക്കാനുണ്ട്. ആരടയ്ക്കാനുള്ളത്? സമ്പന്നൻ. എന്താണ് ശിവൻകുട്ടി സാറേ വന്നിരുന്നത് തള്ളുന്നത്? സകലതും ഉണ്ട് ഇവിടെ ഈ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ദരിദ്ര കോടികളെ പറ്റിക്കാനും ഒരു ചെറിയ വരേണ്യവർഗത്തിന് ചൂര പോലും ഇഷ്ടമല്ലാത്ത, നെമ്മീനിൽ കുറഞ്ഞൊരു മില്ലിമീറ്റർ താഴോട്ട് പിടിക്കാത്ത പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റിക് മാഗ്നറ്റുകളുടെ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് ശിവൻകുട്ടി സാറ് A ക്ലാസ്, B ക്ലാസ്, A ക്ലാസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും വന്ന് വെളുപ്പിക്കാനും ന്യായീകരിക്കാനും പോകരുത്, അങ്ങ് പെട്ടുപോകും. അതുകൊണ്ട് ഇത് സീതിബ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അത് ഈ ആനത്തിൻ്റെ മോൻ ആനത്തിലോട്ട്, കാർത്തിക് ആനന്ദ്, അങ്ങനെ ഏതൊരു പേരുള്ള അദ്ദേഹം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ വീട്ടിൽ വന്ന്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചു, സന്തോഷത്തോടു കൂടിയാണ് പോയതെന്ന് പറഞ്ഞു. അതിന് ഈ സംഭവത്തിലാണ്, വേറെ കഴിച്ചിട്ടുണ്ടോ അറിയില്ല. കാരണം ഇതേ ആനത്തിലോട്ട് ആനന്ദൻ പിന്നെ PS ഗ്രൂപ്പിൽ നിന്ന് മാറി പിണറായി ഗ്രൂപ്പിലെത്തി. അതുകൊണ്ടല്ലോ, അതും പറയണമല്ലോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് സാർ. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിലും ചെരുപ്പ്, എത്ര രൂപയുടെ ചെരുപ്പാണ് ഇടുന്നത്? വീണ ജോർജിൻ്റെ ബാഗിൻ്റെ വില എത്രയാ? PS അച്യുതാനന്ദൻ ഉപയോഗിച്ചിരുന്ന വലിയ വിപ്ലവകാരിയാണല്ലോ, കേരളത്തിലെ വിപ്ലവ സൂര്യനാണല്ലോ. ഉപയോഗിച്ച ചെരുപ്പിൻ്റെ വില എത്ര? 1 ലക്ഷത്തി സംതിങ്. PK ശ്രീമതി ഉപയോഗിച്ച കണ്ണാടിയുടെ വില എത്ര? മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് 2.5 ലക്ഷം രൂപ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് എഴുതിയെടുത്തില്ലേ ബാലഗോപാൽ? പറഞ്ഞാൽ വെളുപ്പാങ്കാലം വരെ പറഞ്ഞാലും തീരൂല. കാണിക്കുന്ന ശുദ്ധ തോന്നിയവാസങ്ങൾ ജനാധിപത്യത്തിൽ മിണ്ടാണ്ടിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് മീനിൽ ചാതുർവർണ്ണ്യം പോലെ, ഞാൻ ചാതുർവർണ്ണ്യമല്ല, ഈ വരേണ്യവർഗ്ഗമുണ്ട്, പാവപ്പെട്ടവൻ്റെ മീനുമുണ്ട്, സകല പാവപ്പെട്ടവൻ്റെ ചായയുണ്ട്, സമ്പന്നൻ്റെ ചായയുണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു ഭാഗ്യം, പൊളിറ്റിക്കൽ ലീഡർമാർക്ക് ചൈനയിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഇവിടെ വന്നിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരായ കുട്ടികൾ ഇവിടെ വന്ന് DYFIക്കാരെ SFIക്കാരെയും കണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തി. സംസാരിക്കുമ്പോൾ ചോദിച്ചു, എന്താ ജോലി? രാഷ്ട്രീയ പ്രവർത്തനമാണ് ജോലി. DYFIക്കാർക്ക് ഇവിടെ ജോലി രാഷ്ട്രീയ പ്രവർത്തനമാണ്. DYFI നേതാക്കളുമായിട്ടാണ്. അപ്പോൾ ഇവർ ചൈനക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താ? അവരും അവിടുത്തെ DYFI പോലത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജനങ്ങളുടെ നേതാവാണ്. അവർക്ക് എല്ലാവർക്കും ജോലിയുണ്ട്, ഓരോരുത്തർക്ക്. ആ പ്രധാന വരുമാനം ജോലിയാണ്. അപ്പോൾ ഇവരോട് ചോദിച്ചു, എന്താ ജോലി? അത് പാർട്ടി പ്രവർത്തനം.
അവർ അട്ടഹസിച്ചിരിച്ചു, പഴയ കഥയാട്ടോ, അട്ടഹസിച്ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എവിടെ നിന്നാണ് വരുമാനം? അത് പാർട്ടി തരും. പാർട്ടിക്ക് എവിടെ നിന്നാണ് വരുമാനം? ഇവിടുത്തെ കോറി മുതലാളിമാരും മദ്യ മുതലാളിമാരും ലോട്ടറി മുതലാളിമാരും സമ്പന്നരുടെ നിന്ന് പിടിച്ചു വാങ്ങിക്കും. ഇതെല്ലാം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച വ്യവസ്ഥയില്ലാതെ വരും ജനാധിപത്യത്തിൽ. നമുക്ക് സങ്കടം വരും. ഈ ഇലക്ഷൻ സമയത്ത് പറഞ്ഞ വിചാരിക്കും ഇടതുപക്ഷ വിരോധം അല്ലെങ്കിൽ ഭരണകക്ഷി വിരോധത്തിന് വേണ്ടി പറയുമെന്ന് വിചാരിക്കും. അതുകൊണ്ട് വായടച്ച് വയ്ക്കുക. നിങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പറയുക. 3-ാം പ്രാവശ്യമോ 4-ാം പ്രാവശ്യമോ വോട്ട് ജനങ്ങളെ യോഗ്യത മേടിച്ചോളുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തള്ളുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്.